HSS പുല്ലൂരാമ്പാറയുടെ ഒരു തിരിച്ചുവരവാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പുല്ലൂരാമ്പാറ പണ്ട് കായികമേളയിലെ വലിയ സാന്നിധ്യമായിരുന്നൊരു ടീമുകളായിരുന്നു. ഈ കായികമേളയിൽ വലിയ പ്രതാപശാലികളായിരുന്നു. ആ പ്രതാപത്തിലേക്ക് പുല്ലൂരാമ്പാറ തിരിച്ചു വരുന്നു. പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. ഈ റിസൾട്ട് കൂടി, രണ്ട് റിസൾട്ട് കൂടി വരുമ്പോൾ മുണ്ടൂരിനെ മറികടന്ന് ഒന്നാമതേക്ക് എത്തുന്നു. ഐഡിയലിന് മുകളിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അപ്പോൾ 100 മീറ്ററിൽ ദേവനന്ദ സ്വർണ്ണം നേടുന്നു. മീറ്റർ റെക്കോർഡോട് സ്വർണ്ണം നേടുന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. തകർത്തത് ആൻസി സോജൻ നമുക്കറിയാം. 100 മീറ്ററിലും 200 മീറ്ററിലും ലോങ് ജമ്പിലും ഒക്കെ നിരവധി, അതും വിവിധ കാറ്റഗറികളിൽ റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ തന്നെ അഭിമാന താരങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ മീറ്റിലെ ഏറ്റവും വലിയ ലെജൻഡറി താരമെന്നോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളോട് ആൻസി സോജന്റെ റെക്കോർഡാണ് ആ കുട്ടി തകർക്കുന്നത്. അതും വലിയ പ്രതിസന്ധികൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ ആദ്യ ദിവസം ഇവിടെ വന്നപ്പോൾ HSS പുല്ലൂരാമ്പാറയുടെ താരങ്ങൾ അവിടെ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോയി ചോദിച്ചു, ഇത്തവണ എത്ര പേരുണ്ട്, എന്താണ് ഇത്തവണത്തെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇത്തവണ കുറെ മെഡൽ വാരും. എനിക്കൊന്ന് 14 പേരാണ് അവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. പുല്ലൂരാമ്പാറയിൽ നിന്ന് 14 താരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഈ 14 താരങ്ങളിൽ ഇപ്പോൾ മത്സരിച്ച ഭൂരിഭാഗം ആളുകൾക്കും മെഡൽ ലഭിച്ചിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ ഇത്രയും മുന്നിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മത്സരിച്ച മിക്ക ആളുകൾക്കും അവർക്ക് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയും മത്സരിക്കാനിരിക്കുന്നു. അപ്പോൾ ഇത്തവണ സ്കൂൾ സിൽവർ 14, നമ്മൾ ഐഡിയലിൽ നോക്കുമ്പോൾ 50 കുട്ടികളാണ് ഐഡിയലിന് വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ പുല്ലൂരാമ്പാറയ്ക്ക് 14 കുട്ടികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും പോയിന്റ് പട്ടികയിൽ വളരെ മുന്നിലേക്ക് അവർ കടന്നു വരുന്നു എന്നത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ മുണ്ടൂരും പറളിയും ഒക്കെ പോലെ തന്നെ പുല്ലൂരാമ്പാറയും ഈ മീറ്റിൽ വലിയ പ്രകടനങ്ങൾ അല്ലെങ്കിൽ മികച്ച പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കുന്നു എന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്.